വിദ്യാർത്ഥികളുടെ കലാകായിക കഴിവുകൾ വിപുലീകരിക്കാൻ ജില്ലാ ശിശുക്ഷേമ സമിതി തയ്യാറാക്കിയ ചൈൽഡ് ഹബ്ബ് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ജില്ലാ ശിശുക്ഷേമ സമിതി ചിന്നക്കട ക്രേവൻ LMSHൽ സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടിയിൽ SSLC+2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുഖ്യധാരയിൽ സജീവമാകുന്ന ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കലാരംഗത്തും സംരംഭകരായും അംഗീകാരങ്ങൾ നേടുന്ന കാലമാണ് ഇത്. സമൂഹവും അവർക്ക് മികച്ച പിന്തുണ നൽകുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച മാജിക് പ്ലാനറ്റ് കുട്ടികളുടെ സമഗ്ര വികസനത്തിന് നടപ്പാക്കുന്ന പദ്ധതികളും പരിപാടികളും മാതൃകാപരമാണെന്നും പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ ആന്റണി അധ്യക്ഷയായി. പഠനമിത്രം പദ്ധതിയിൽ ജില്ലയിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം M. നൌഷാദ് MLA നിർവഹിച്ചു. ജില്ലാ കളക്ടർ N. ദേവിദാസ് വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി D. ഷൈൻ ദേവ്, സ്കൂൾ പ്രിൻസിപ്പൽ ബ്രൈറ്റ് ജോസഫ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസം ചെയ്തതിനേക്കാളും നല്ല ശ്രമിച്ച് നമ്മുടെ സമൂഹത്തിനൊപ്പം ഞങ്ങൾ ഒട്ടും പുറകിലല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓടിയെത്തുന്നവരാണ്. അവരുടെ വ്യത്യസ്തമായ കഴിവുകളാണുള്ളത് എന്ന് നമുക്കറിയാം. നല്ല കലാകാരന്മാരുണ്ട്, അതിനകത്ത് തന്നെ സംഗീതം ഉള്ളവരുണ്ട്, വരയ്ക്കുന്നവരുണ്ട്, താളമിടുന്നവരുണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. വ്യത്യസ്തമാണ് കഴിവ് എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. ഒരു കാര്യത്തിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് നല്ല ഓറിയൻറ്റേഷനോടുകൂടി വർക്ക് ചെയ്യുന്നവരാണ്. ഇതിനൊപ്പം പോയി പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങളില്ലായിരുന്നെങ്കിൽ, താല്പര്യമില്ലായിരുന്നെങ്കിൽ, അതിന് വേണ്ടത്ര പ്രേരണ നമ്മൾ കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനല്ല. എല്ലാ മേഖലയിലും ഇത് ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കുന്നതാണ് ഈ കുട്ടികൾ. അപ്പം മാജിക് പ്ലാനറ്റിൻ്റെ എല്ലാം ആ സ്ഥലത്ത് പോയാൽ വളരെ വളരെ ആകർഷകമായ പദ്ധതികളും പരിപാടികളും അവിടെയുണ്ട്. ഇതുപോലെ നമ്മുടെ ജില്ലയിലും വിവിധ മേഖലകളിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ജില്ലയിൽ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു സെൻറ്റർ വേണമെന്നുള്ള ആവശ്യമാണ് ശിശുക്ഷേമ സമിതി പറയുന്നത്. അതിൻ്റെ സൗകര്യവും സ്ഥലവും ഒക്കെ സ്ഥലം നമുക്കിവിടെ തന്നെ കണ്ടെത്താമെന്നാണ് കളക്ടറും പറയുന്നത്. അതിനാവശ്യമായ സ്ഥലം കൊല്ലത്ത് തന്നെ നമുക്ക് കണ്ടെത്താം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യവും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്.